അറബിക്കടൽ വിഴുങ്ങിയ സ്വർണ്ണ നഗരത്തിന്റെ അവസാന രാത്രി, ദ്വാരകയുടെ അന്ത്യം എന്ന കഥയിലേക്കാണ് നാം ഇന്ന് കടക്കുന്നത്. സമുദ്രം ചിലപ്പോൾ കഥകൾ പറയുന്നു, തിരമാലകൾ ചിലപ്പോൾ ചരിത്രം കുറിക്കുന്നു. സ്വർണത്തിൽ തീർത്ത ഒരു നഗരം, ദേവന്മാർ പോലും വിസ്മയിച്ച ഒരു മഹാനഗരം ഒരൊറ്റ രാത്രിയിൽ കടലിന്റെ ഗർഭത്തിൽ മറഞ്ഞുപോയി. അതാണ് ദ്വാരക. ഭഗവാൻ ശ്രീകൃഷ്ണൻ വാഴുന്ന നഗരം. അഹങ്കാരത്തിന്റെ തീയിൽ കത്തി ശാപത്തിന്റെ കാറ്റിൽ വീണ് സമുദ്രം വിഴുങ്ങിയ മഹാകഥ. സ്വാഗതം നമ്മുടെ ഈ കഥാസരിത് സാഗരം എന്ന യൂട്യൂബ് ചാനലിലേക്ക്. ഇന്ന് നാം സഞ്ചരിക്കുന്നത് ദ്വാരകയുടെ അവസാന രാത്രിയിലേക്കാണ്. സമുദ്രത്തിന്റെ നീലത്തിരമാലകൾ തഴുകിയ ഭൂമിയിൽ വിശ്വകർമാവിന്റെ കരങ്ങളിൽ ജനിച്ച നഗരം. സ്വർണ്ണ ഗോപുരങ്ങൾ, രത്നങ്ങൾ പതിച്ച മാളികകൾ, വജ്രമണികൾ മിന്നുന്ന വീഥികൾ, വേദമന്ത്രങ്ങൾ മുഴങ്ങുന്ന രാജപദങ്ങൾ. അവിടെയായിരുന്നു വാഴുന്നത് യോഗേശ്വരനായ ശ്രീകൃഷ്ണൻ. യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. എന്നാൽ ഭൂമിയിലെ മഹത്വങ്ങൾക്ക് പോലും വിധിയുടെ മുന്നിൽ നിൽക്കാനായില്ല. ദ്വാരകയെ മൂടിക്കൊണ്ട് ശാപത്തിന്റെ നിഴൽ വീണു. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞിട്ട് 36 വർഷങ്ങൾ. ഒരു ദിവസം ദ്വാരകയുടെ ആകാശം മാറിത്തുടങ്ങി. പകൽ സമയത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞു, കാക്കകൾ അശുഭമായി കരഞ്ഞു, കാറ്റിൽ മരണത്തിന്റെ ഗന്ധം പടർന്നു. ജനങ്ങൾ ഭയന്നു. ഇത് സാധാരണ ഭയമല്ല, ഗാന്ധാരിയുടെ ശാപം ഉണരുന്ന നിമിഷമായിരുന്നു അത്. എന്റെ 100 പുത്രന്മാർ നശിച്ച പോലെ നിന്റെ യാദവ വംശവും പരസ്പരം നശിക്കട്ടെ. ആ ശാപം കാലത്തിന്റെ നെഞ്ചിൽ ഉറങ്ങിക്കിടന്നിരുന്നു. കൃഷ്ണന്റെ മൗനം. എല്ലാം അറിഞ്ഞവൻ കൃഷ്ണൻ. പക്ഷെ ഈ തവണ അദ്ദേഹം മൗനമായിരുന്നു. സത്യഭാമയോടും രുക്മിണിയോടും കുറച്ചു മാത്രം സംസാരിച്ചു. യാദവർ മദ്യത്തിലും സുഖലോലുപതയിലും മുങ്ങിയിരുന്നു. ധർമ്മം മറന്നപ്പോൾ വിജയം പോലും ശാപമായി മാറി. സാമ്പന്റെ തമാശയും മുനിശാപവും. ഒരു ദിവസം വിശ്വാമിത്രൻ, കണ്വൻ, നാരദൻ തുടങ്ങിയ മഹർഷിമാർ ദ്വാരകയിലെത്തി. യാദവ യുവാക്കൾ കൃഷ്ണപുത്രനായ സാമ്പനെ ഗർഭിണിയായ സ്ത്രീയായി വേഷം കെട്ടിച്ചു. പരിഹാസത്തോടെ എന്നിട്ട് അവർ ഋഷിമാരോടായി ചോദിച്ചു, മഹർഷിമാരെ, ഇവൾ പ്രസവിക്കുന്നത് ആണോ പെണ്ണോ? മുനിമാരുടെ കണ്ണുകളിൽ തീ ജ്വലിച്ചു. അവൾ ഒരു ഇരുമ്പുലക്കയെ പ്രസവിക്കും, അതുകൊണ്ട് നിങ്ങളുടെ വംശം നശിക്കും. ഇപ്രകാരം ആ യാദവന്മാർ വിധിയുടെ വിത്ത് അവരിലേക്ക് വിതയ്ക്കുകയായിരുന്നു. അടുത്ത ദിവസം സാമ്പൻ ശരിക്കും ഒരു ഇരുമ്പുലക്ക പ്രസവിച്ചു. ഭീതിയിൽ യാദവർ അത് പൊടിച്ച് കടലിൽ കലക്കി. പക്ഷേ ഒരു ചെറിയ കഷ്ണം മാത്രം ശേഷിച്ചു. ആ പൊടികൾ കടൽ തീരത്ത് ഏരകപ്പുല്ലായി മുളച്ചു വന്നു. ശേഷിച്ച കഷ്ണം ഒരു മത്സ്യം വിഴുങ്ങി. അതിന്റെ വയറ്റിൽ നിന്ന് കിട്ടിയ കഷ്ണം ഒരു വേടൻ തന്റെ അമ്പിന്റെ മുനയാക്കി. വിധി ചിരിച്ചു. പ്രഭാസ തീർത്ഥത്തിൽ ഇപ്രകാരം രക്തമഴ പെയ്യാനുള്ള ഒരുക്കം കൂട്ടുകയുണ്ടായി. അശുഭ സൂചനകൾ കൂടിയപ്പോൾ കൃഷ്ണൻ എല്ലാവരെയും പ്രഭാസ തീർത്ഥത്തിലേക്ക് കൂട്ടി. പുണ്യസ്നാനം ചെയ്യാനായിരുന്നു യാത്ര. എന്നാൽ അവിടെ യാദവർ അമിതമായി മദ്യപിച്ചു. പഴയ വിരോധങ്ങൾ പൊട്ടിത്തെറിച്ചു. സാത്വികിയും കൃതവർമാവും തമ്മിലുള്ള തർക്കം രക്തയുദ്ധമായി. ആയുധങ്ങൾ ഇല്ലാതായപ്പോൾ കടൽ തീരത്തെ ഏരകപ്പുല്ലുകൾ പറിച്ചു. അത്ഭുതം, ഓരോ പുല്ലും ഇരുമ്പ് ഗദയായി മാറി. സഹോദരൻ സഹോദരനെ കൊന്നു, മകൻ അച്ഛനെ കൊന്നു. പ്രദ്യുമ്നൻ വീണു, സാമ്പൻ വീണു, അനിരുദ്ധൻ വീണു. കൃഷ്ണൻ മാത്രം നോക്കി നിന്നു. കാരണം കാലചക്രം തിരിയുമ്പോൾ ദൈവവും മൗനം പാലിക്കും. കടൽ തീരത്ത് ഒരു വൃക്ഷത്തണലിൽ ബലരാമൻ ധ്യാനത്തിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവന്റെ വായിൽ നിന്ന് 1000 തലയുള്ള വെള്ളനാഗം പുറത്തെത്തി. അത് സമുദ്രത്തിലേക്ക് നീങ്ങി. അനന്തശേഷൻ ബലരാമനിൽ നിന്ന് മടങ്ങുകയുണ്ടായി. ബലരാമന്റെ ദൗത്യം ഇപ്രകാരം പൂർത്തിയായി. ഇവിടെ ശ്രീകൃഷ്ണനിലേക്കും കഥ നീളുകയാണ്. ഉറ്റവരെല്ലാം നഷ്ടപ്പെട്ട കൃഷ്ണൻ ഒരു അശ്വത്ഥ വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയി ഇരുന്നു. ഇടതുകാലിൽ മേൽ വലതുകാൽ വെച്ച് വിശ്രമിച്ചു. ദൂരെ നിന്ന് ജരൻ എന്ന വേടൻ, അത് മാനിന്റെ ചെവിയാണ് എന്ന് കരുതി അമ്പെയ്തു. അമ്പ് ശ്രീകൃഷ്ണന്റെ പാദത്തിൽ തറച്ചു. അടുത്തെത്തിയ ജരൻ കരഞ്ഞു, പ്രഭോ, ഞാൻ പാപിയാണ്. കൃഷ്ണൻ ചിരിച്ചു, ഭയപ്പെടേണ്ട, ഇത് നിശ്ചയിക്കപ്പെട്ടതായിരുന്നു. രാമനായി ഞാൻ ബാലിയെ ഒളിയം പെയ്തു. ഇന്ന് അതിന്റെ ഫലം മാത്രം. അങ്ങനെ ഭഗവാൻ തന്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ച് വൈകുണ്ഠത്തിലേക്ക് ഉയർന്നു. ദ്വാരകയുടെ അവസാന രാത്രി. അർജുനൻ ദ്വാരകയിലെത്തി. സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടി നഗരം വിട്ടുപോകാൻ തുടങ്ങി. അവൻ അതിർത്തി കടന്ന നിമിഷം പിന്നിൽ ഭയങ്കരമായ ഒരു ശബ്ദം. സമുദ്രം ഇരമ്പി വരികയായിരുന്നു. തിരമാലകൾ പൊങ്ങി, സ്വർണ്ണ കൊട്ടാരങ്ങൾ തകർന്നു, ഗോപുരങ്ങൾ വീണു, വീഥികൾ മറഞ്ഞു.
നിമിഷങ്ങൾക്കുള്ളിൽ ദ്വാരക സമുദ്രത്തിന്റെ ഗർഭത്തിലായി. ദ്വാരകയുടെ പതനത്തോടെ ദ്വാപരയുഗം അവസാനിച്ചു, കലിയുഗം ആരംഭിച്ചു. ഐശ്വര്യവും അധികാരവും എത്ര വലുതായാലും അധർമ്മം നിറഞ്ഞാൽ അതിന് അന്ത്യം ഉറപ്പാണ്. തിരമാലയിൽ തീർത്ത കൊട്ടാരം കാലമെത്തുമ്പോൾ അത് മണലാകും. ധർമ്മം വിട്ടു നടന്ന വംശം സ്മൃതികളായി അതും മാഞ്ഞു പോകും. കടലിന്റെ അടിയിൽ ഇന്നും ദ്വാരക ഉറങ്ങുന്നു എന്ന് പറയുന്നു. അല്ല, ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു. അവിടെയുള്ള ഓരോ കല്ലും ഒരു കഥ പറയുന്നുണ്ടാകാം. അടുത്ത കഥയിൽ നമുക്ക് മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. ഇത് എൻ്റെ അഥവാ നിങ്ങളുടെ കഥാസരിത് സാഗരം, ചരിത്രവും പുരാണവും ഒന്നിച്ച് ജീവിക്കുന്ന ഇടം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള വിശേഷ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.